Today we are talking about the dipole moment. Dipole moment in molecules. Okay. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ചില മോളിക്യൂളുകൾ നോക്കാം. എക്സാമ്പിൾ H2 hydrogen molecule. Hydrogen molecule is composed of two hydrogen atoms, right? ഒരു ഹൈഡ്രജൻ ആറ്റവും മറ്റൊരു ഹൈഡ്രജൻ ആറ്റവും കൂടി ബോണ്ട് ഫോം ചെയ്താണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ബോണ്ടിൻ്റെ ഇരുവശത്തും നിൽക്കുന്നത് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളാണ് അല്ലേ? ഇപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളായതുകൊണ്ട് ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കും ഇടയിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഈക്വലി ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. or the electron density between the two hydrogen atoms will be equally shared at both ends. അല്ലേ? അതുകൊണ്ട് ഒരു ഹൈഡ്രജന് മറ്റേ ഹൈഡ്രജനെ അപേക്ഷിച്ച് ഏതെങ്കിലും ചാർജ് കൂടുതലോ കുറവോ കാണില്ല. രണ്ട് ഹൈഡ്രജനുകൾക്കും അവരുടെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് ഇത്തരം മോളിക്യൂളുകളെ നമ്മൾ നോൺ പോളാർ മോളിക്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. നോൺ പോളാർ മോളിക്യൂൾസ്. ഓക്കെ. മറ്റൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ Cl2 ക്ലോറിൻ മോളിക്യൂൾ അല്ലേ? ക്ലോറിൻ മോളിക്യൂളിൻ്റെ കേസിലും ഇതുപോലെ തന്നെയാണ്. രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ. ഈ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ ഒരു ബോണ്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നു. ഈ ക്ലോറിൻ മോളിക്യൂളിൻ്റെ രണ്ട് ക്ലോറിൻ മോളിക്യൂളും തമ്മിലുള്ള ഇടയ്ക്കുള്ള ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ ടു ക്ലോറിൻ ആറ്റംസ്. അതുകൊണ്ട് ഈ ഒരു ക്ലോറിൻ മോളിക്യൂൾ നോക്കിക്കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പ്രത്യേക ആറ്റത്തിൽ, അത് ആറ്റം 1ഓ ആറ്റം 2ഓ ആയി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പ്രത്യേക ആറ്റത്തിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റിയോ കുറഞ്ഞ ഇലക്ട്രോൺ ഡെൻസിറ്റിയോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇതും നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ എന്താണ് ഈ നോൺ പോളാർ മോളിക്യൂൾസ് എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒരു സെൻട്രൽ പോയിന്റിന് അബൌട്ട് ആയിട്ട് സിമെട്രിക് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം നമുക്ക് എടുക്കാം. ഇങ്ങനെയുള്ള ഡയാറ്റോമിക് മോളിക്യൂൾസ് തന്നെ ആകണമെന്നില്ല. മറ്റൊരു ഉദാഹരണം നമ്മൾ എടുക്കുന്നു ബോറോൺ ട്രൈഫ്ലൂറൈഡ്. ഓക്കെ, ബോറോൺ ട്രൈഫ്ലൂറൈഡ്. ഈ ബോറോൺ ട്രൈഫ്ലൂറൈഡ് എന്ന് പറയുന്നത് ഒരു പ്ലനാർ മോളിക്യൂളാണ്. നിങ്ങൾ ഓരോ ഫ്ലൂറിൻ ബോണ്ട് ആംഗിളും എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 120 ഡിഗ്രി. ഓരോന്നും 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ ത്രീ ഫ്ലൂറിൻ ആറ്റംസ് ആർ സിമെട്രിക്കലി പ്ലേസ്ഡ് അറൗണ്ട് ദ ബോറോൺ ആറ്റം. ഓക്കെ, 120 ഡിഗ്രി ആംഗിൾ വെച്ചാണ് ഓരോ ഫ്ലൂറിൻ ആറ്റവും ബോറോണിന് ചുറ്റും ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ദാൻ ബോറോൺ. അതുകൊണ്ട് ഫ്ലൂറിൻ്റെ സ്ഥാനത്തേക്കായിരിക്കും ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നത് കൂടുതലിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഫ്ലൂറിൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിൻ എന്ന് പറയുന്നത് ബോറോണിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവാണ്. അതുകൊണ്ട് ഫ്ലൂറിനും ബോറോണും തമ്മിലുള്ള ബോണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്ലൂറിനടുത്തേക്ക് കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കാണും. അല്ലെങ്കിൽ ഇവിടെ ഒരു ഡെൽറ്റ നെഗറ്റീവ് ചാർജ് കാണും. ഇവിടെയാണെങ്കിലോ ഡെൽറ്റ പോസിറ്റീവ് ആയിരിക്കും കാണുന്നത്. അതുപോലെ ഈ ഫ്ലൂറിൻ്റെ കേസിലും അതുപോലെയാണ്. ഇവിടെ ഡെൽറ്റ നെഗറ്റീവ് ആയിരിക്കും കാണുന്നത്, ഇവിടെ ഡെൽറ്റ പോസിറ്റീവ്. ഇവിടെയും ഡെൽറ്റ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ ഡെൽറ്റ പോസിറ്റീവ്. ഇപ്പോൾ ഫ്ലൂറിൻ ആറ്റങ്ങളുടെ അടുത്തേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ കാണും, എന്നാൽ ബോറോണിൻ്റെ സ്ഥലത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഡെൽറ്റ പോസിറ്റീവ് ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഓരോ ഫ്ലൂറിൻ ബോറോൺ ബോണ്ടുകളും എടുത്തു കഴിഞ്ഞാൽ ഓരോ ബോണ്ടുകളും പോളാർ ബോണ്ടുകളാണ്. കാരണം ഇലക്ട്രോൺ ഡെൻസിറ്റി എന്തല്ല ഈക്വലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ഫ്ലൂറിൻ ബോറോൺ ബോണ്ടുകളും പോളാർ ബോണ്ടുകളാണ്. അതേസമയം തന്നെ നമ്മൾ മൊത്തം മോളിക്യൂളിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ മോളിക്യൂൾ മൂലമുണ്ടാകുന്ന പൊളാരിറ്റിയുടെ എഫക്റ്റ്, ഈ ബോണ്ട് മൂലമുണ്ടാകുന്ന പൊളാരിറ്റിയുടെ എഫക്റ്റ് മറ്റ് രണ്ട് ബോണ്ടുകൾ മൂലമുണ്ടാകുന്ന പൊളാരിറ്റിയുടെ എഫക്റ്റ് ക്യാൻസൽ ചെയ്ത് കളയും. അങ്ങനെ നമ്മൾ ഏത് ബോണ്ട് മൂലമുണ്ടാകുന്ന പൊളാരിറ്റിയുടെ എഫക്റ്റ് നോക്കിക്കഴിഞ്ഞാലും മറ്റേ രണ്ട് ബോണ്ടുകൾ മൂലമുണ്ടാകുന്ന പൊളാരിറ്റി അതിനെ ക്യാൻസൽ ചെയ്ത് കളയും. അങ്ങനെ മോളിക്യൂൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ
ആ മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു നോൺ പോളാർ മോളിക്യൂളാണ്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ബാധകമാണ്. ഒരു സെൻട്രൽ പോയിന്റ്, ആ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ബോറോൺ ആറ്റത്തിന്റെ മിഡ് പോയിന്റ് ആണ്. ആ സെൻട്രൽ പോയിന്റിന് എബൌട്ട് ആയിട്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെയും സിമെട്രിക് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ? അതായത് ഡെൽറ്റ നെഗറ്റീവ് ചാർജുകൾ വരുന്ന ഫ്ലൂറിൻ ആറ്റങ്ങൾ എല്ലാവരും 120 ഡിഗ്രി 120 ഡിഗ്രി 120 ഡിഗ്രി അകലത്തിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് അറൌണ്ട് ദ സെൻട്രൽ പോയിന്റ്. അതുകൊണ്ട് ഈ BF3 എന്ന് പറയുന്നതും സത്യത്തിൽ എന്താണ്? ഒരു നോൺ പോളാർ മോളിക്യൂളാണ്. അപ്പോൾ നോൺ പോളാർ മോളിക്യൂളുകളെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ? ഹൗ ക്യാൻ വി ഡിഫൈൻ ദ നോൺ പോളാർ മോളിക്യൂൾസ്? If the electron density is symmetrically distributed between a central point, such molecules can be called non-polar molecules. So in non-polar molecules, electron density is symmetrically distributed about a central point. So non-polar molecules are those molecules in which the electron density is symmetrically distributed about a central point. നോൺ പോളാർ മോളിക്യൂളുകളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റ് ചില മോളിക്യൂളുകളെ നോക്കാം. ഫോർ എക്സാമ്പിൾ HCl, ഹൈഡ്രജനും ക്ലോറിനും തമ്മിലാണ് ഇവിടെ ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? ഹൈഡ്രജനും ക്ലോറിനും. ഇവിടെ ക്ലോറിൻ എന്ന് പറയുന്നത് കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആണ്, ആരെ അപേക്ഷിച്ച്? ഹൈഡ്രജനെ അപേക്ഷിച്ച്. Therefore what will happen? The electron density will be more towards the chlorine, അല്ലേ? ഈ ക്ലോറിനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ എങ്ങോട്ടായിരിക്കും ഇരിക്കുന്നത്? ക്ലോറിൻ്റെ സൈഡിലേക്കായിരിക്കും, അല്ലേ? കാരണം ബോണ്ടിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റിയെ ക്ലോറിൻ അതിൻ്റെ അടുത്തേക്ക് കൂടുതൽ വലിച്ചടിപ്പിക്കും. ഫോർ Cl- will have a delta negative charge and hydrogen will have a delta positive charge, അല്ലേ? ഇവിടെ എത്ര നെഗറ്റീവ് ചാർജ് വരുന്നു അത്രയും പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഇവിടെ ഉള്ളത്. കാരണം മോളിക്യൂൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രൽ ആണ്. മോളിക്യൂൾ ആസ് എ വോൾ ഈസ് ന്യൂട്രൽ. അതുകൊണ്ട് ഇവിടെ എത്ര നെഗറ്റീവ് ചാർജ് കൂടുതലാണോ അത്രയും പോസിറ്റീവ് ചാർജും തന്നെ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇത്തരം മോളിക്യൂളുകളെയാണ് നമ്മൾ നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? പോളാർ മോളിക്യൂൾസ്. അപ്പോൾ പോളാർ മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്താണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് അൺസിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് അറൌണ്ട് ദ സെൻട്രൽ പോയിന്റ്. ഇവിടെ ഇതാണ് സെൻട്രൽ പോയിന്റ് നിങ്ങൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെൻട്രൽ പോയിന്റിന് എബൌട്ട് ആയിട്ട് അൺസിമെട്രിക്കൽ ആയിട്ടായിരിക്കും ഇലക്ട്രോൺ ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി മാത്രമേ ഉള്ളൂ, അല്ലേ? സോ if in a molecule the electron density is unsymmetrically distributed about a central point, such molecules can be called as polar molecules. Okay, അപ്പോൾ പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി. In non-polar molecules, the electron density will be symmetrically distributed around a central point, and in polar molecules, the electron density is unsymmetrically distributed about a central point. അപ്പോൾ ഇങ്ങനെയുള്ള നോൺ പോളാർ മോളിക്യൂളുകളെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോൺ പോളാർ മോളിക്യൂൾസ്. ഈ നോൺ പോളാർ മോളിക്യൂളിൽ നമ്മൾ കണ്ടു ഇതിന് പൊളാരിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് അതിന് പൊളാരിറ്റി ഉള്ളത്? ആ പൊളാരിറ്റി ഉള്ളതിന്റെ കാരണം ഇലക്ട്രോൺ ഡെൻസിറ്റി അൺസിമെട്രിക് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റിയും എന്നാൽ മറുഭാഗത്ത് കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റിയുമേ ഉള്ളൂ. Therefore it has a polarity. അതുകൊണ്ട് ഇത്തരം മോളിക്യൂളുകളുടെ പൊളാരിറ്റി എന്തുമാത്രമുണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മെഷർ ഉപയോഗിക്കാറുണ്ട്. ആ മെഷറാണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെന്റ്. For dipole moment actually is a degree of polarity. It is actually a degree of polarity. Polarity in a molecule. ഒരു മോളിക്യൂളിൽ എന്തുമാത്രം പൊളാരിറ്റി ഉണ്ട്, അതിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രമാത്രമുണ്ട്, അതിൻ്റെ ഡിഗ്രി എത്രമാത്രമുണ്ട്, അതിൻ്റെ എമൗണ്ട് എത്രമാത്രമുണ്ട് എന്ന് കണക്കാക്കുന്ന മെഷറാണ് എന്ത്? ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി ഡൈപോൾ മൊമെന്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ഒരു കേസ് പരിഗണിക്കുകയാണ്.
I have a point charge here and the charge is plus q here, okay, and it is separated at a distance of r from another point charge having charge minus q, okay. So this distance is r. So plus q and minus q are 2 point charges and they are separated at a distance of r. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് mu is equal to dipole moment mu is equal to, or the quantity of the dipole moment, or the measure of the dipole moment, mu is equal to q into r, q into r, where q is the charge at one end, അല്ലേ? ഇത് രണ്ട് എൻഡ് ഉണ്ട്. ഇവിടെ ഒരു എൻഡിലുള്ള ചാർജിന്റെ മെഷറാണ് ക്യൂ എന്ന് പറയുന്നത്. മോഡുലസ് ക്യൂ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ക്യൂ മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും ഉണ്ട്. അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, therefore dipole moment q, the measure of the dipole moment, the dipole moment mu, the measure of the dipole moment mu is equal to q into r. എന്നാൽ ഞാനിവിടെ മെഷർ മാത്രമേ തന്നിട്ടുള്ളൂ, അല്ലേ? അതിന് ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി കൂടിയാണ്, അതായത് അതിനൊരു ഡയറക്ഷൻ കൂടിയുണ്ട്. ഇവിടെ അതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ, അതിൻ്റെ മെഷർ മാത്രമേ തന്നിട്ടുള്ളൂ. എന്നാൽ ഡയറക്ഷൻ ഇവിടെ ഞാൻ തന്നിട്ടില്ല. എന്നാൽ അതിനൊരു ഡയറക്ഷൻ കൂടിയുണ്ട്, അതുകൊണ്ട് അതിനൊരു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാം. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് കൺവെൻഷണലായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഇവിടെ നിന്ന് ഇവിടേക്കാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ ഡൈപോൾ മൊമെന്റ്. എ ക്രോസ്ഡ് ടെയിൽ ഉള്ള ആരോയാണ് ഡൈപോൾ മൊമെന്റിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ബിക്കോസ് ദാറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ mu ഈസ് ഈക്വൽ ടു q ഇൻറ്റു r ആണ്. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കാണ് കൺവെൻഷനലി അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ കാണിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടെയാണോ കൂടുതൽ അങ്ങോട്ടേക്കാണ് ഡൈപോൾ മൊമെന്റ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കുറഞ്ഞ ഇലക്ട്രോൺ ഡെൻസിറ്റിയിൽ നിന്നും കൂടിയ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള സ്ഥലത്തേക്കാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. So the dipole moment mu is equal to q into r, and its direction is from the point of less electron density to the point of higher electron density, or from the direction of less electron density to the direction of higher electron density. So that is the dipole moment. But dipole moment നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Dipole moment is the product of charge at one end and the distance between the opposite charges. ഒരു എൻഡിലുള്ള ചാർജിനെ ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണോ അതാണ് അതിന്റെ ഡൈപോൾ മൊമെന്റ്. ആക്ച്വലി ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് ദ ഡയറക്ഷൻ ഈസ് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ടു ദ നെഗറ്റീവ് ചാർജ്. ഓക്കെ, സോ ഡൈപോൾ മൊമെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് അറ്റ് വൺ എൻഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് ചാർജസ്. ഡൈപോൾ മൊമെന്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ പറയേണ്ട കാര്യം ഇതാണ്: dipole moment is the product of charge at one end and the distance between the opposite charges. അതായത് mu is equal to q into r എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയണം: dipole moment is a vector quantity. dipole moment is a vector quantity, അതായത് അതിന് ക്വാണ്ടിറ്റി മാത്രമല്ല അതിനുള്ളത്, അതിന് ഒരു ഡയറക്ഷൻ കൂടിയുണ്ട്. ഓക്കെ, അപ്പം ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം ദ പോസിറ്റീവ് ടു ദ നെഗറ്റീവ് സൈഡ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ ലെസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള സ്ഥലത്ത് നിന്നും ഹയർ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള സ്ഥലത്തേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ഡൈപോൾ മൊമെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൈപോൾ മൊമെന്റ് mu is equal to q into r. ഇനി നമുക്ക് ഈ ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്സിനെ പറ്റി ഒന്ന് പരിശോധിക്കാം. യൂണിറ്റ്സ് ഓഫ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, നമ്മൾ ആദ്യം പരിഗണിക്കാൻ പോകുന്നത് CGS യൂണിറ്റ് ആണ്. CGS യൂണിറ്റ് ഡൈപോൾ മൊമെന്റിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡിബായ് ആണ്. ഡിബായ് ഈസ് ദ CGS യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇറ്റ് ഈസ് സിംബലൈസ്ഡ് ആസ് ക്യാപിറ്റൽ D. ഓക്കെ, എന്താണ് ഡിബായ് എന്ന് ഞാനൊന്ന് പറയാം. ഡിബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the dipole moment operative between 2 point charges of magnitude 10 raised to minus 10 ESU separated at a distance of 1 angstrom. പേടിക്കണ്ട,
ഞാൻ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാം. രണ്ട് ചാർജസ്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഓക്കെ, ഇവിടെ മറ്റൊരു ചാർജ് ഉണ്ട്. ഈ രണ്ട് ചാർജുകളുടെ ചാർജുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the amount of the charge is 10 plus 10 raised to minus 10 ESU. ESU means electrostatic unit. ഇവിടെയാണെങ്കിൽ അത് minus 10 raised to minus 10 ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ്. ഇപ്പോൾ രണ്ട് ചാർജുകൾ അല്ലേ, ഒരേ ചാർജുകളാണ്, പക്ഷേ എന്താണ് അതിൻ്റെ സൈന് വ്യത്യാസമുണ്ട്. ഇവിടെ പോസിറ്റീവ് ചാർജാണ്, ഇത് നെഗറ്റീവ് ചാർജാണ്. ഇത് പോസിറ്റീവ് ചാർജാണ്, ഇത് നെഗറ്റീവ് ചാർജാണ്. ചാർജിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10 raised to minus 10 ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ആണ്. ഇനി അതിൻ്റെ സെപ്പറേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് ദാറ്റ് ഈസ് 1 angstrom. 1 angstrom. 1 angstrom means 10 raised to minus 10 meter or 10 raised to minus 8 centimeter. Okay. So there are two charges, 10 raised of amount 10 raised to minus 10 electrostatic unit, okay, or magnitude 10 raised to minus 10 electrostatic unit, which are separated at a distance of 1 angstrom. Okay. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഡൈപോൾ മൊമെന്റ് എത്രയാണോ അതിനെയാണ് നമ്മൾ 1 dBi എന്ന് പറയുന്നത്. സോ 1 dBi is the dipole moment operating between 2 point charges of magnitude 10 raised to minus 10 ESU separated at a distance of 1 angstrom. എന്താണ് 1 dBi? ഒരിക്കൽ കൂടി പറയുന്നു, 1 dBi. 1 dBi. What is 1 dBi? 1 dBi is the dipole moment operating between 2 point charges. 2 point charges. Okay. Of magnitude 10 raised to minus 10 ESU. Magnitude 10 raised to minus 10 ESU. Separated at a distance of 1 angstrom. So 1 dBi is the dipole moment operating between 2 point charges of magnitude 10 raised to minus 10 electrostatic unit separated at a distance of 1 angstrom. ഇതിനെയാണ് 1 dBi എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് എത്രയാണോ അതാണ് 1 dBi. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 dBi ഇവിടുത്തെ ഒന്ന് കണക്കാക്കാം. ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് mu is equal to Q into R ആണ് അല്ലേ, Q into R. ഓക്കെ, Q എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി ഓഫ് ദ ചാർജസ് അല്ലേ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to minus 10 electrostatic unit into R is equal to 10 raised to minus 8 centimeter. 10 raised to minus 8 centimeter. That is equal to 10 raised to minus 18 ESU centimeter. Okay, that is the dipole moment of the system. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഡൈപോൾ മൊമെന്റ് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, 1 dBi എന്ന് വിളിച്ചത്. Therefore, what is 1 dBi? 1 dBi is equal to 10 raised to minus 18 ESU centimeter. 1 dBi is equal to 10 raised to minus 18 ESU centimeter. Okay. ഇനി നമുക്ക് അതിൻ്റെ SI യൂണിറ്റ് ഒന്ന് പരിശോധിക്കാം. SI യൂണിറ്റ്. ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാം എന്താണ് ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. കാരണം mu is equal to Q into R ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അതറിയാം. ചാർജ് into a distance. SI unit of charge is coulomb, and what is the SI unit of distance? That is meter, right? Therefore, SI unit of dipole moment is coulomb meter. Coulomb meter ആണ് SI unit of dipole moment എന്ന് പറയുന്നത്, coulomb meter. ഓക്കെ, അപ്പോൾ എന്താണ് ഈ coulomb meter എന്ന് നമുക്ക് നോക്കാം. 1 coulomb എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. എന്താണ് 1 coulomb എന്ന് പറയുന്നത്? 1 coulomb is equal to 2.997 into 10 raised to 9 electrostatic unit ആണ് 1 coulomb. 2.997 into 10 raised to 9 electrostatic unit. So what is meter? Meter is equal to 10 raised to 2
സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എന്താണ് 1 കിലോമീറ്റർ എന്ന് നമുക്ക് നോക്കാം. Therefore 1 kilometer is equal to 2.997 into 10 raised to 9 ESU, that is 1 coulomb, into meter, that is 10 raised to 2 centimeter, that is equal to 2.997 into 10 raised to 11 into 10 raised to 11 ESU centimeter. പക്ഷെ നമ്മൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 1 dBi is equal to 10 raised to minus 18 ESU centimeter ആണ് അല്ലേ. 10 raised to minus 18 ESU centimeter നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? 1 dBi ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇത് എത്ര dBi ആണ്? 2.997 into 10 raised to 11 ESU centimeter എന്ന് കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ 10 raised to minus 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.997 into 10 raised to 11 divided by 10 raised to minus 18, അത്രയും ഡിബൈ ആവും അല്ലേ. അപ്പോൾ ഇത്രയും ESU സെൻറ്റിമീറ്ററിനെ നമ്മൾ ഡിബൈയിലോട്ട് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. 2.997 into 10 raised to 11 divided by 10 raised to minus 18 ഡിബൈ. So that is equal to 2.997 into 10 raised to 29 dBi. Okay, therefore the result is 1 kilometer. 1 kilometer is equal to 2.997 into 10 raised to 29 dBi. Okay, this is also important. So let us put that inside a box. 1 kilometer is equal to 2.997 into 10 raised to 29 dBi. Now we can see, we can calculate what is 1 dBi. So from this 1 kilometer is equal to 2.997 into 10 raised to minus 29 dBi. അങ്ങനെയാണെങ്കിൽ 1 dBi എന്തായിരിക്കും? What is 1 dBi? 1 dBi is equal to 1 divided by 2.997 into 10 raised to 29 kilometer ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനകത്തും ജസ്റ്റ് നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തതേ ഉള്ളൂ. Therefore 1 dBi is equal to 1 divided by 2.997 into 10 raised to 29 kilometer, and that is equal to 0.334. Okay, that is 1 divided by 2.997 is 0.334 into 10 raised to 29 ന്യൂമറേറ്ററിൽ പോകുമ്പോൾ എങ്ങനെയാവും? 10 raised to minus 29 kilometer, or we can write it like 3.34 into 10 raised to minus 30 kilometer. So 1 dBi is equal to 1 dBi, the next relation, 1 dBi is equal to 3.34 into 10 raised to minus 30 kilometer. Okay, that is 1 dBi. 1 dBi is equal to 3.34 into 10 raised to minus 30 kilometer. അപ്പോൾ നമ്മൾ ഇതിൻ്റെ യൂണിറ്റുകളാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അതിൻ്റെ SI യൂണിറ്റ്, CGS യൂണിറ്റ് പരിഗണിച്ചു. CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡിബായി ആണ്. 1 dBi is equal to 10 raised to minus 18 ESU സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ നമ്മൾ അതിൻ്റെ SI യൂണിറ്റ് പരിഗണിച്ചു. SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 2.997 into 10 raised to 29 dBi ആണ്. അതുപോലെ 1 dBi എന്ന് പറയുന്നത് 3.34 into 10 raised to minus 30 kilometer ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ഡൈപോൾ മൊമെന്റ് ഒന്ന് കണക്കാക്കി നോക്കാം. We are placing an electron and a proton separated at a distance of 1 angstrom. Okay, here we have an electron
sorry, this is an electron, and this is a proton, and they are separated at a distance of 1 angstrom. They are separated at a distance of 1 angstrom. Okay, so this is 1 angstrom. So what is the dipole moment of the system? The dipole moment of an electron and a proton separated at a distance of 1 angstrom. What is the dipole moment of the system? We can calculate the dipole moment of the system. So what is Q here? What is a Q? In the case of the electron, it is 1.6 into 10 raised to minus 19 coulomb. In the case of electron, it is negative, and in the case of proton, the same charge but with a positive charge. Therefore, magnitude of the charge is 1.6 into 10 raised to minus 19 coulomb. 10 raised to minus 19 coulomb. That is the magnitude of the charge. Whether it is electron or proton, രണ്ടു പേർക്കും ഒരേ ചാർജ് ആണ്. പക്ഷേ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഒന്ന് തന്നെയാണ്. പക്ഷേ രണ്ടിന്റെ ഓപ്പോസിറ്റ് സൈൻ ആണ്. ഇവിടെ ഇലക്ട്രോണിന് നെഗറ്റീവ് ആണെങ്കിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ആണ്. ബട്ട് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് 1.6 into 10 raised to minus 19 coulomb. What is R? R is equal to 1 angstrom. 1 angstrom. 1 angstrom is 10 raised to minus 10 meter. അങ്ങനെയാണെങ്കിൽ dipole moment mu is equal to Q into R, that is equal to 1.6 into 10 raised to minus 19 coulomb into 10 raised to minus 10 meter, that is equal to 1.6 into 10 raised to minus 19 into 10 raised to minus 10, that is equal to 10 raised to minus 29 coulomb meter, right? That is equal to, നമുക്കിപ്പോൾ കൂളോം മീറ്ററിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കതിനെ ഡിബായിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ് കൂളോം മീറ്ററിൽ നിന്ന് ഡിബായിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? We have the relation. What is that relation? 1 coulomb meter is equal to 2.997 into 10 raised to 29 debye. So if you want to convert from coulomb meter to debye, we have to multiply that with 2.997 into 10 raised to 29. Okay, so let us convert this to debye. That is equal to 1.6 into 10 raised to minus 29 multiplied by 2.997 into 10 raised to 29, that much debye. We have converted that to debye. So that is equal to 1.6 into 2.997, that is equal to 4.7952 into 10 raised to minus 29 into 10 raised to 29. Okay, so that is equal to 1. Okay, so that is 4.7952 debye. So that is equal to that is approximately equal to 4.8 debye. So what is the dipole moment operative between an electron and a proton separated at a distance of 1 angstrom? That is 4.8 debye. I hope you understood the concept of a dipole moment, and we have learned the definition of a dipole moment. We learned that a dipole moment is the product of any of the charges and the distance between the two charges, and it is a vector quantity, and its direction is from the positive side to the negative side. And we also learned the units of different units of dipole moment, and different units are debye in CGS unit and coulomb meter in SI unit. And we also learned the relation between coulomb meter and debye. 1 coulomb meter is equal to 2.997 into 10 raised to 29 debye, and 1 debye is equal to 3.34 into 10 raised to minus 30 coulomb meter. Okay, so that's all. And if you have any doubts, please don't hesitate to ask it here, and you can ask your doubts as the comments, or you can call me by phone. Okay, or you can contact me by WhatsApp. Okay, so different modes of contacts are there. You utilize it and try to learn this topic very well. And I wish you all the best. Hope you understood this topic, and stay tuned.
to hear the next topic.